അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന ദൈവവചന പഠനത്തിൻ്റെ 48ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രാരംഭ വന്ദനം പറയുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും മുറ്റുമായും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പ്രൈസലോ നിങ്ങളിത് ഷെയർ ചെയ്യുക, ദൈവദിനം പഠിക്കുക എന്ന് ദൈവനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ഈ 48ാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഏശാവ് ജ്യേഷ്ഠാവകാശം വിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി ഓർപ്പിക്കാം, ഏശാവ് ജ്യേഷ്ഠാവകാശം വിൽക്കുന്നു എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ മക്കളായിരിക്കുന്ന ഏശാവും യാക്കോബിനെയും കുറിച്ച്, അവരുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാൻ പഠിപ്പാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഇടയാക്കി. എന്നാൽ കുട്ടികൾ എന്ത് ചെയ്തു? വളർന്നു. ഏശാവ് സമർത്ഥനായിരിക്കുന്ന ഒരു നായാട്ടുകാരനായില്ല. അപ്പോൾ ഏശാവും യാക്കോബും വളർന്നു വന്നപ്പോൾ ഏശാവ് സമർത്ഥനായിരിക്കുന്ന ഒരു നായാട്ടു വീരനായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിപ്പാനിടയാകുന്നത്. അപ്പോൾ തന്നെ ഏശാവിൻ്റെ വാസം തുറന്നതായ പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിലായിരുന്നു ഏശാവ് പാർത്തുകൊണ്ടിരുന്നത് എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുക. ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവയും ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം താനെന്തിയാണ് കരസ്ഥമാക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളിലാണ് കാണുവാനിടയാകുന്നത്. എന്നാൽ യാക്കോബ് ശാന്തശീലനും അതുപോലെ തന്നെ കൂടാരങ്ങളിൽ പാർക്കുന്നവനുമായിരുന്നു. അപ്പനായിരിക്കുന്ന അബ്രഹാമിനോടുകൂടെ ഇസ്ഹാക്ക് പാർത്തതുപോലെ തന്നെ ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന ഇളയ പുത്രനായിരിക്കുന്ന യാക്കോബ് കൂടാരം വിടാതെ, അഥവാ ഇസ്ഹാക്കിനെയും റിബേക്കയും വിടാതെ കൂടാരവാസിയായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നത്. ഏശാവ് കൊണ്ടുവരുന്ന വേട്ടയിറച്ചിയോടുള്ളായിരിക്കുന്ന അഭിരുചി മൂലം ഇസ്ഹാക്ക് ഏശാവിനെ വളരെ സ്നേഹിപ്പാനിടയായി. റിബേക്കയോ യാക്കോബിനെയാണ് സ്നേഹിച്ചത് എന്നാണ് ദൈവവചനത്തിലൂടെ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനിടയാകുന്നത്. അപ്പോൾ ഇസ്ഹാക്ക് ഏശാവ് വേട്ടയാടി കൊണ്ടുവരുന്നതായിരിക്കുന്ന നല്ല മനോഹരമായിരിക്കുന്ന ഇറച്ചികൾ ഭക്ഷിക്കുന്നതിന്റെ ഫലമായിട്ട് ഇസ്ഹാക്കിന് ഏശാവിനോട് കൂടിയാണ് ഏറ്റവും അടുപ്പം. ഇസ്ഹാക്ക് ഏശാവിനെയാണ് സ്നേഹിച്ചത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു. എന്നാൽ യാക്കോബ് റിബേക്കയെ പിരിയാതെ വണ്ണം കൂടാരത്തിൽ തന്നെ അമ്മയോട് കൂടെ ആയിരുന്നത് കൊണ്ട് ഈ റിബേക്കയ്ക്ക് ഈ യാക്കോബിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നു. എന്നാൽ ഒരിക്കൽ യാക്കോബ്
പായസം വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏശാവ് വെളിമ്പ്രദേശത്തിൽ നിന്നും താൻ എന്ത് ചെയ്യാണ്, വേട്ട കഴിഞ്ഞ വളരെ ക്ഷീണിതനായി കടന്നു വരികയാണ്. സ്തോത്രം. കടന്നു വരുന്നതായിരിക്കുന്ന നിമിഷം ഏശാവ് യാക്കോബിനോട്, ഞാൻ വളരെയേറെ ക്ഷീണിച്ചവശനായിരിക്കുന്നു, അതിനാൽ നീ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ചുവന്ന പായസത്തിൽ കുറച്ചെനിക്ക് തരണം എന്ന് പറഞ്ഞു. വളരെയേറെ വിശന്ന ക്ഷീണിതനായി കടന്നു വരുന്നതായിരിക്കുന്ന ഏശാവ് യാക്കോബ് ഉണ്ടാക്കിയതായിരിക്കുന്ന ചുവന്ന പായസത്തിൽ കുറച്ചെനിക്ക് തരണം, ഇല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, വിശപ്പ് കൊണ്ട് ക്ഷീണം കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്നാണ് ഏശാവ് യാക്കോബിനോട് പറയുവാനിടയായത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം ചുവന്നവൻ എന്ന പേരായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നത്. യാക്കോബ് അവനോട്, നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് പറഞ്ഞു. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചുവന്ന പായസം ഞാൻ നിനക്ക് നൽകാമെന്ന് യാക്കോബ് പറയുവാനിടയായി. അവന്റെ ജനനം തന്നെ ഏശാവ് ജനിക്കുമ്പോൾ ഏശാവ് റിബെക്കയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു വരുമ്പോൾ യാക്കോബോ അവന്റെ കുതികാലിൽ പിടിപ്പാനിടയായി എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന ഈ ദൈവവചന പഠനത്തിന്റെ 48ാമത്തെ എപ്പിസോഡിൽ എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജ്യേഷ്ഠന്മാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്. എന്നാൽ നിങ്ങളുടെ ജനനം എപ്രകാരമായിരുന്നുവെന്ന് നാം നമ്മെ തന്നെ സ്വയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിയോ ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ ചില വർഷങ്ങൾ കഴിഞ്ഞാണ് നിങ്ങൾ അനിയനായിട്ട് ജനിപ്പാനിടയായത്. എന്നാൽ റിബെക്കയുടെ ഉദരത്തിൽ നിന്നും കടന്നു വന്നതായിരിക്കുന്ന ഇരട്ട സന്തതികളാണ്. അതിൽ ഏശാവാണ് ആദ്യം കടന്നു വന്നത്. ഏശാവ് കടന്നു വരുമ്പോൾ അനുജനായിരിക്കുന്ന യാക്കോബ് അവന്റെ കുതികാലിൽ നേരത്തെ പിടിപ്പാനിടയായി, അഥവാ ജനനത്തിൽ തന്നെ പിടിപ്പാനിടയായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. യാക്കോബ് അവനോട്, നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്നെനിക്ക് തരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വിൽക്കുന്നു എന്ന് നീ പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കിയതായിരിക്കുന്നതായ ഈ പായസം ഞാൻ നിനക്ക് തരാമെന്ന് പറയുവാനിടയാതെ. അതിന് ഏശാവ്, ഇതാ ഞാൻ മരിക്കുവാൻ പോകുന്നു. വളരെ ഭാരപ്പെട്ട വേദനപ്പെട്ട ഇതാ താൻ വേട്ടയാടി കടന്നു വന്നിട്ട് സ്വന്തം അപ്പനായിരിക്കുന്ന ഇസ്ഹാക്ക് നോക്കിയിരിക്കുകയാണ്. എന്റെ മൂത്ത മകനായിരിക്കുന്ന യാക്കോബ് വേട്ടയാടി കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ വേട്ട ഇറച്ചിയുടെ രുചി അനുഭവിക്കേണ്ടതിന് വേണ്ടി ഇസ്ഹാക്ക് ഇരിക്കുന്നതായ സമയത്ത് ഇതാ വളരെ ഉഴന്ന് നടന്നിട്ട് പോലും ഒരു കുഞ്ഞു മൃഗത്തെ പോലും കിട്ടാതെ വണ്ണം എവിടെ എത്തിയാണ് ഏശാവ് മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ വളരെ ക്ഷീണിതനായിരിക്കുമ്പോഴാണ് ഇവിടെ അനുജൻ ജ്യേഷ്ഠാവകാശം ചോദിക്കുന്നത്. അതിന് ഏശാവ്, ഇതാ ഞാൻ മരിക്കുവാൻ പോകുന്നു, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഞാൻ ജ്യേഷ്ഠനായിരിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ പോയി അധ്വാനിച്ച, ഞാൻ പോയി വേട്ടയാടി എന്റെ മാതാവിനും പിതാവിനും കൊണ്ട് കൊടുക്കുന്നു. എന്റെ അനുജൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ യാക്കോബ് എന്ത് ചെയ്യാണ്? അവൻ കൂടാരവാസിയായി, അവൻ
ആഹാരം വിടാതെ അവൻ അപ്പനോ ആയിരിക്കുന്നതായ ഇസഹാക്കിനോട് കൂടെ അവൻ അമ്മയായിരിക്കുന്നതായ റിബേക്കയോട് കൂടെ ആന്തിയാണ് വെയിലൊന്നും കൊള്ളാതെ വണ്ണം അധ്വാനിക്കാതെ വണ്ണം ഭക്ഷിച്ചു പാനം ചെയ്ത് അവരോടൊപ്പമായിരിക്കുകയാണ്. എന്റെ അമ്മയാണെങ്കിൽ യാക്കോബിനോടാണ് വളരെ സ്നേഹം, എന്നോട് ഒരു സ്നേഹവുമില്ല. ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നതായിരിക്കുന്ന വേട്ടയിറച്ചി ഭക്ഷിക്കുന്നത് കൊണ്ട് എന്റെ അപ്പൻ എന്നോടാണ് സ്നേഹം, അതുകൊണ്ട് എനിക്കെന്തില്ല ഈ ജ്യേഷ്ഠാവകാശം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന് ജ്യേഷ്ഠാവകാശം ജ്യേഷ്ഠനായിരിക്കുന്ന ജ്യേഷ്ഠൻ നൽകുവാനിടയായി, യേശാവ് നൽകുവാനിടയായി. യാക്കോബ് അവനോട് ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റുകളഞ്ഞു. ഇന്നെ ഈ രാത്രികാലം ഈ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള ദൈവവചന പഠനത്തിന്റെ 48ാമത്തെ ഭാഗങ്ങൾ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ജ്യേഷ്ഠൻ ഉണ്ടായിരിക്കാം, ജ്യേഷ്ഠത്തി ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവസന്നിധി നിന്റെ ജ്യേഷ്ഠാവകാശം അവർക്ക് അനുജന് വിട്ടുന്നതായിരിക്കുന്ന, അവന് ഏൽപ്പിക്കുന്നതായിരിക്കുന്ന ഒരവകാശം നിന്റെ ജീവിതത്തിൽ പാടുള്ളതല്ല. അനന്തരം യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ളായിരിക്കുന്ന പായസവും കൊടുത്തു എന്ന് വായിക്കുന്നു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്തു. അവൻ ഭക്ഷിച്ച പാനം ചെയ്തതിന്റെ ശേഷമായിട്ട് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തെ നിസ്സാരമാക്കി കളഞ്ഞു എന്ന ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ വായിപ്പാനിടയാകുന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ദൈവിക സന്നിധിയിൽ നിന്റെ ജ്യേഷ്ഠാവകാശം നിന്റെ ഇളയ സഹോദരന്മാർക്ക്, നിന്റെ ഇളയ സഹോദരിമാർക്ക് കൊടുക്കുവാനുള്ളതല്ല. അല്പ പായസത്തിനു വേണ്ടി, ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കിയതായിരിക്കുന്ന യേശാവിന് പിന്നാലെ വേണ്ടതുപോലായിരിക്കുന്നതായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് രാത്രികാലം ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കാതെ വണ്ണം സൂക്ഷിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വാർത്ത, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ചെയ്തതായിരിക്കുന്നതായ നന്മകള് നിന്റെ മാതാപിതാക്കന്മാർ ഹല്ലേലൂയ നിനക്ക് നൽകേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങള് വിറ്റ് ഒഴിക്കുവാനുള്ളതല്ല. ഇവിടെ അല്പമായിരിക്കുന്ന പായസത്തിനും ഓരോ അപ്പക്കഷണത്തിനും ഇതാ ഏശാവ് തന്റെ അനുജനായിരിക്കുന്ന യാക്കോബിന് ജ്യേഷ്ഠാവകാശം അടിയറ പറയുവാനിടയായി. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് പുറമായി ഈ എപ്പിസോഡിൽ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെല്ലാവരെയും മുട്ടുമായോട് അനുഗ്രഹിക്കണമേ എന്ന് അടിയറങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവസനിൽ തുടർന്നായിരിക്കുന്ന ക്ലാസ്സുകളൊക്കെയും നിന്റെ മക്കളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് മുഖാമുഖമായി കാണാം. ദൈവം